الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതീവ ജാഗ്രതയോടുകൂടി അതിനായി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവൻ തൃപ്തിപ്പെട്ട ജീവിതം നയിക്കാൻ, അല്ലാഹുവിനെ അവന്റെ തൃപ്തിയോടുകൂടി കണ്ടുമുട്ടാൻ, നാളെ സച്ചരിതനും കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ, എല്ലാറ്റിനും അപ്പുറം റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീകൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗ്ഗം അനന്തരമെടുക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 14 നൂറ്റാണ്ട് മുമ്പ് ഹിജറ വർഷം, ഹിജറ 2-ാം വർഷത്തിലാണ് വിശ്വാസികൾക്ക് ആദ്യമായി റമദാനിൽ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത്. ഇപ്പോ ഒരിക്കൽ കൂടി മുസ്ലിം ലോകം അനുഗ്രഹീതമായ റമദാനിന്റെ തണലിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. റമദാനിനെ തണലാണെന്ന് വിശദീകരിച്ചത് മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ശഅബാൻ മാസത്തിലെ അവസാന നാളുകളിൽ സമീപസ്ഥമായ ആത്മീയ വസന്തത്തിന്റെ പരിശുദ്ധ നാളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹ് പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് ഖദ് അദല്ലക്കും ശഹ്റുൻ അദീം ശഹ്റുൻ മുബാറക് ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ ജഅലല്ലാഹു സിയാമഹു ഫരീള വഖിയാമ ലൈലിഹി തതവ്വുഅ من فطر فيه صائما كان له مغفرة لذنوبه وعتق رقبته من النار
വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഖിത്ഖും മിനൻ നാർ. അങ്ങനെ തുടങ്ങുന്ന വളരെ സുദീർഘമായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ജനങ്ങളെ, നിങ്ങൾക്കിതാ മഹത്തായ ഒരു മാസം, ഖദ് അദല്ലക്കും ശഹ്റുൻ അദീം, നിങ്ങൾക്കിതാ മഹത്തായ ഒരു മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല തണലിട്ടിരിക്കുന്നു, അത് അനുഗ്രഹീതമാണ്. ഇങ്ങനെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് റമദാനിനെ തണലായി പരിചയപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, തീർച്ചയായും പരിശുദ്ധമായ റമദാൻ മാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തണലും കുളിരും തന്നെയാകണം. പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഭൗതിക പ്രമത്തതയുടെയും ദുനിയാ പ്രേമത്തിന്റെയും ആർത്തിയുടെയും ദുരയുടേതുമൊക്കെയായ പൊള്ളിക്കുന്ന ചൂടിൽ നമുക്ക് വന്നെത്തുന്ന തണലും കുളിരുമായി പരിശുദ്ധ റമദാനിനെ കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മനുഷ്യൻ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലൂടെ തെറ്റുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ ഒരു പ്രളയകാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ പണമുണ്ടാക്കാനുള്ള മനുഷ്യന്റെ അതിരുവിട്ട മോഹങ്ങളും കയറൂരി വിട്ട ശാരീരിക അഭിലാഷങ്ങളും ആർത്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലുകളുമൊക്കെ എവിടെയാണിന്ന് മനുഷ്യനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് ഞാൻ അധികം വിശദീകരിക്കേണ്ടതില്ല പ്രബുദ്ധമായ ഈ സദസ്സിന്റെ മുമ്പിൽ. ഒരു വശത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ മനുഷ്യന്റെ ആർത്തി തകർത്തു തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു മുന്നറിയിപ്പ് നൽകിയല്ലോ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള, എല്ലാം തന്റെ വരുതിയിലാക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ സകല മൂല്യങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുകയാണല്ലോ ആധുനിക മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറുവശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ശാരീരികമായ താൽക്കാലികമായ സുഖാസ്വാദനങ്ങൾക്ക് വേണ്ടി ശരീരത്തിന്റെ ഇച്ഛകളെ തൃപ്തിപ്പെടുത്താനുള്ള ത്വരയിൽ ഭാര്യയെയും മകളെയും മാതാവിനെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മനുഷ്യന്റെ കണ്ണിന് മാത്രമല്ല കൽബിനും അന്ധത ബാധിച്ച കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ കൽബ് കല്ലായി മാറിയ കാലത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അല്ല, കല്ലിനേക്കാൾ കൽബ് കടുത്തുപോയ കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയും സംഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഫഹിയക്കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ. കൽബുകൾ കടുത്തുപോയി, കല്ലുപോലെ കടുത്തുപോയി എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നത് കല്ലുപോലെയല്ല, ഔ അശദ്ദു ഖസ്വ, അല്ല കല്ലിനേക്കാളും കടുത്തുപോയി എന്ന്. കൽബ് കല്ലിനേക്കാൾ കടുത്തു പോകുമെന്ന് ഖുർആൻ പറയുകയാണ്. പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വാർത്താ മാധ്യമങ്ങളുടെ വർദ്ധിച്ച സാന്നിധ്യം അനുഭവിക്കുന്ന പ്രബുദ്ധമായ സദസ്സിന്റെ മുമ്പിൽ ഞാൻ അധികം വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഏറ്റവും അവസാനം നമ്മൾ കേട്ടത് തലസ്ഥാന ജില്ലയിൽ നിന്നും കേട്ട കൂട്ടക്കൊലപാതകത്തെ കുറിച്ചുള്ള വാർത്തയിൽ കേരളം തരിച്ചുപോയ നാളുകളാണല്ലോ കടന്നുപോയത്. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വളരെ തന്റെ ശാരീരികമായ ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ തന്റെ ആഡംബര ജീവിതത്തിന്റെ ആ ഒരു ഭ്രമത്തെ തൃപ്തിപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിനിടയിൽ ലഹരിക്കടിപ്പെട്ടുകൊണ്ടോ അല്ലാതെയോ എന്തോ ആയിക്കൊള്ളട്ടെ, സ്വന്തം ഉടപ്പിറപ്പുകളെയും കുടുംബ ബന്ധങ്ങളെയും പ്രായഭേദമന്യേ കൂട്ടക്കൊല ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും ആസുരമായ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ മനുഷ്യൻ മൃഗത്തെക്കാളും എത്രയോ അധപ്പതിച്ചുകൊണ്ട് പൈശാചികതയുടെ എല്ലാ പരാക്രമങ്ങളും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം പൊള്ളിക്കുന്ന ചുറ്റുപാടിലേക്കാണ് ശാരീരികമായ താൽക്കാലിക സുഖാസ്വാദനത്തിന് വേണ്ടി എന്ത് നെറികേടുകളും എന്ത് തോന്നിവാസവും ചെയ്യാൻ മടിയില്ലാത്ത വിധം മനുഷ്യൻ മാറിയ ഒരു കാലഘട്ടത്തേക്കാണ് ഖദ് അദല്ലക്കും ശഹ്റുൻ അദീം. പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള തണലും കുളിരുമായി പരിശുദ്ധ മാസം കടന്നു വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ ഈ ജീവിക്കുന്ന പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച എല്ലാ വ്യവസ്ഥകളെയും ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ അതിരിഗമിച്ചതിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ, എന്നല്ല ഭൂമിയുടെ ആവാസ വ്യവസ്ഥ തന്നെ താറുമാറായി അക്ഷരാർത്ഥത്തിൽ തന്നെ പൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിൽ മനുഷ്യരോഗം എത്തിച്ചേർന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്, ആഗോള താപനത്തെ കുറിച്ചൊക്കെ ധാരാളമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വ്യവസ്ഥകളെ തകിടം പറിക്കുന്ന മനുഷ്യൻ, ആ തരത്തിൽ മനുഷ്യൻ തന്റെ സ്വാർത്ഥതയെ ഊതി വീർപ്പിച്ചുകൊണ്ട് സുഖാസ്വാദനത്തിനും ധനസമ്പാദനത്തിനും വേണ്ടി ആർത്തിയെയും ദേഹേച്ഛകളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രകൃതിയുടെ ഈ സന്തുലിതത്വത്തിനെ തകർത്തുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ഓസോൺ പാളികൾക്ക് വിള്ളലുകൾ വീഴുകയും
പ്രകൃതി വിരുദ്ധമായ ധാരാളം ഇടപെടലുകൾ നിരന്തരം മനുഷ്യന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലം. ലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയില്ലേ? പരിശുദ്ധ ഖുർആന്റെ താക്കീത്, ലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ അതിന്റെ സംസ്കരണം സാധ്യമായതിനു ശേഷം, സാധിച്ചതിനു ശേഷം നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത് എന്ന പരിശുദ്ധ ഖുർആനിന്റെ താക്കീതിനെ ഒട്ടും പരിഗണിക്കാതെ പടച്ചവൻ റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ സന്തുലിതമായി പടച്ചുവെച്ച അവന്റെ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയെ തന്നെ മനുഷ്യൻ തകിടം മറിക്കുകയും തകർത്തുകൊണ്ടിരിക്കുകയും അതുകൊണ്ട് തന്നെ ഭൂമി ചുട്ടുപൊള്ളുകയും ഇടക്ക് ഭൂമി പ്രകമ്പിതമാവുകയും കുലുങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തേക്കാണ് പ്രിയമുള്ളവരെ ഖദ് അദല്ലക്കും ശഹ്റുൽ അദീം, പവിത്രമായ വിശുദ്ധ മാസം തണൽ വിരിച്ച് കടന്നു വരുന്നത് എന്നും അറിയണം. പാപങ്ങളുടെ ഈ പ്രളയകാലത്ത് പുണ്യങ്ങളുടെ കൂടിയാണ് പവിത്രമാസം കടന്നു വരുന്നത്. ആകാശങ്ങളിലും ഭൂമിയിലും ആത്മീയതയുടെ വസന്തകാലമായിട്ട് കൂടിയാണ് അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹീത മാസം പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ പറഞ്ഞാൽ തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന വ തുഗ്ലഖു ഫീഹി അബ്വാബു ജഹന്നം വ സുൽസിലത്തി ശയാത്തീൻ. സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും സകല പൈശാചികതകളെയും പിടിച്ചുകെട്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ വളരെ യാദൃശ്ചികമായും യാന്ത്രികമായും ഇതൊക്കെ സംഭവിക്കുമെന്നല്ല അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. മറിച്ച് ഈ ആത്മീയതയുടെ വസന്തകാലത്തിന്റെ അനുഗ്രഹീതമായ അന്തരീക്ഷത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ തിന്മയുടെ കവാടങ്ങൾ ഇനിയെങ്കിലും കൊട്ടിയടച്ചുകൊണ്ട് അവനവന്റെ സ്വർഗത്തിന്റെ വാതിൽ തള്ളി തുറക്കുവാനുള്ള ഇച്ഛാശക്തിയോടുകൂടി വിശ്വാസികൾ മുന്നോട്ട് വരുമ്പോഴാണ് തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗ കവാടങ്ങൾ വിശ്വാസികൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. സ്വർഗവാതായനങ്ങൾ വിശ്വാസികൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് വെറുതെയല്ല നമ്മൾ മനസ്സിലാക്കണം. അഥവാ ആ വാതിലുകൾ തുറക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഈ പുണ്യങ്ങളുടെ പൂക്കാലം വന്നിട്ട് ആത്മീയതയുടെ ഈ വസന്തം സംഭവിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രപഞ്ചനാഥനിൽ നിന്നുള്ള പെരുമഴക്കാലം പ്രത്യക്ഷമായിട്ട്, അത് മാത്രവുമല്ല ആകാശ ലോകങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മാലാകമാർ ചിറകു വിടർത്തി ഭൂമിയിലേക്ക് നിരന്തരം ഇറങ്ങിക്കൊണ്ടിരുന്നിട്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അതിവർഷം സംഭവിച്ചിട്ട് അതിനെ ആദരിക്കാതെയും പരിഗണിക്കാതെയും സ്വന്തം ജീവിതത്തിലേക്ക് അതിനെ ആവാഹിക്കാതെയും അലസതയിലും നിസ്സംഗതയിലും കഴിഞ്ഞുകൂടിയാൽ പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, കലണ്ടറിൽ ഒരു മാസം മാറിയത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന വ തുഗ്ലഖു ഫീഹി അബ്വാബു ജഹന്നം എന്ന് പറയുന്നത്. അഥവാ സ്വർഗ്ഗവാതിലുകൾ തുറക്കപ്പെടുകയും നരകവാതിലുകൾ അടക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിശാചി ബന്ധനസ്ഥനാക്കപ്പെടുന്നത് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഇച്ഛാശക്തിയുമായി കൂടി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മെ പലതിനും പ്രേരിപ്പിക്കുന്ന, നമ്മെ പലതിലേക്കും പ്രലോഭിക്കുകയും ചെയ്യുന്ന പിശാചിന്റെ തന്ത്രങ്ങൾക്ക് മുൻപിൽ, അഥവാ ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ എന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞല്ലോ. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് നിശ്ചയമായും തിന്മകൾക്ക്, വൃത്തികേടുകൾക്ക്, പൈശാചികതകൾക്ക് പ്രേരിപ്പിക്കുന്നതാണ്. അരുതായ്മകളോട് അടുക്കാൻ ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെ വൃത്തികേടുകൾക്ക് നിരന്തരം പ്രേരിപ്പിക്കുന്ന ദേഹേച്ഛയ്ക്ക് മുമ്പിൽ നിർബന്ധിക്കപ്പെടുന്നത് പോലെ നിരന്തരമായി പല പാപങ്ങളിലേക്കും മനുഷ്യൻ വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പിശാചിന്റെ സകല പ്രലോഭനങ്ങളിൽ നിന്നും നല്ല ഇച്ഛാശക്തിയോടുകൂടി തിരിഞ്ഞു നടക്കാൻ തയ്യാറാകുന്ന മുഅ്മിനിന്റെ മുന്നിലാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ ജന്നത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതും ജഹന്നമിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നതും ഇബ്ലീസ് നിരായുധനും ഇടിമ്പ്യനും ആയിത്തീരുന്നതും എന്ന് നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു പറയുന്നുണ്ടല്ലോ, ശഹ്റുൻ ഫീഹി ലൈലത്തുൽ ഖൈറും മിൻ അൽഫി ശഹർ. ഇത് ഏറ്റവും പവിത്രമായ ഒരു രാവുള്ള ഒരു മാസം കൂടിയാണ്. അങ്ങേയറ്റം പവിത്രമായ ഒരു രാവുള്ള മാസം കൂടിയാണ്. ഒരു പുരുഷായുസ് നീണ്ട പരിശ്രമങ്ങൾ കൊണ്ട് പ്രാപിക്കാൻ പറ്റാത്ത അത്രയും പ്രതിഫലങ്ങളുടെയും പുണ്യങ്ങളുടെയും പെരുമഴ പെയ്യുന്ന മാസമാണിത് എന്ന് റസൂലുള്ളാഹി വിശദീകരിക്കുകയാണ്. അഥവാ അത് അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ കലാമിന്റെ അവതരണത്തിന്റെ മഹത്തായ വാർഷിക മുഹൂർത്തമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. ഫമൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലു. അതൊരു മുന്നറിയിപ്പാണ്, അതൊരു താക്കീതാണ്. അതാർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ അവർക്കെല്ലാ നന്മകളും നഷ്ടപ്പെട്ടു, എല്ലാ ഹൈറും അവന് നഷ്ടപ്പെട്ടു. റമദാനിന്റെ അവസാന 10 ഒറ്റയായ രാവുകളിൽ അതിനെ പ്രതീക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മ വഹുവ ശഹ്റു സബ്ർ വസ്സബ്റു സവാബുൽ ജന്ന. ഇത് സഹനത്തിന്റെ മാസമാണ്. സഹനത്തിന്റെ പ്രതിഫലം, സബറിന്റെ പ്രതിഫലം തീർച്ചയായും സ്വർഗം തന്നെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
സ്വബർ എന്ന് പറയുമ്പോൾ അത് നിസ്സംഗതയുടെ മാസമല്ല, അത് നിഷ്ക്രിയത്വത്തിന്റെയും നിർവികാരതയുടെയും മാസമല്ല. സബർ എന്ന് പറയുമ്പോൾ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് നാഥന്റെ മാർഗത്തിൽ നിലനിൽക്കാനും മുന്നോട്ട് പോകാനുമുള്ള നിശ്ചയദാർഢ്യമാണ് പ്രിയമുള്ളവരെ സ്വബർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സഹനത്തിനുള്ള സമ്മാനം സ്വർഗമാണെന്ന് സൃഷ്ടിശ്രേഷ്ഠനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. സഹാനുഭൂതിയുടെ മാസവുമാണിത്. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അറിയലിന്റെയും അനുഭാവ പ്രകടനത്തിന്റെയും അലിവിന്റെയും അനുകമ്പയുടെയും കൂടി മാസമാണ്. സമ്പന്നതയുടെ സൗകര്യങ്ങളിൽ സുഖജീവിതം നയിക്കുന്നവർ വിശക്കുന്നവന്റെ വിശപ്പിന്റെ വിലയറിയുന്ന മാസമാണിത്. കഷ്ടപ്പെടുന്നവന്റെ കണ്ണീരിന്റെയും യാതനയുടെയും വേദനയുടെയും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും പ്രയാസമറിയുന്ന മാസമാണിത്. അത് അനുഭവിച്ചറിയുമ്പോഴാണ് അവനിൽ അലിവും ആർദ്രതയും അനുതാപവും ഉണ്ടായിത്തീരുക. അങ്ങനെയാണ് ദുർബലിലേക്ക് കാരുണ്യത്തിന്റെ നീർച്ചാലുകൾ ഉള്ളവരിൽ നിന്നും ഉറവ് പൊട്ടി ഒഴുകേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചക വ്യക്തിത്വത്തെ സംബന്ധിച്ച് വിശദീകരിച്ചല്ലോ. റീഹുൽ മുർസൽ, അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെന്ന്. അങ്ങനെ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയാകാൻ മുഅ്മിനുകൾക്ക് കഴിയേണ്ട മാസം കൂടിയാണ് റമദാൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. അടിച്ചു വീശുന്ന കാറ്റ് എല്ലാ പുൽക്കൊടികളെയും തഴുകിയും തലോടിയും കടന്നു പോകുന്ന കാറ്റ് പോലെ സമൂഹത്തിലെ ഏറ്റവും ദുർബലനെയും അവശനെയും അശരണനെയും പരിഗണിക്കാനുള്ള ഒരു കാരുണ്യ മനസ്സ് വിശ്വാസിയിൽ നിന്നും ഉറവ് പൊട്ടി ഒഴുകേണ്ട മാസം കൂടിയാണിത് എന്ന് തിരുമേനി പറയുകയാണ്. ഷഹറുൽ മുവാസാത്ത് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചതാണ്. ഈ പുണ്യമാസത്തിൽ നിന്റെ വീട്ടിൽ അല്ലെങ്കിൽ നിന്റെ കടയിൽ ഒരു ജോലിക്കാരനുണ്ടെങ്കിൽ ആ സാധുവിന് അവന്റെ ജോലിയിൽ ഇളവുകൾ അനുവദിക്കാൻ മാത്രം നിന്റെ ആർദ്രത, നിന്റെ അലിവും അനുകമ്പയും നിന്നെ പ്രേരിപ്പിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ചെയ്യാനുള്ള നിനക്കുള്ള പ്രേരണയും പ്രചോദനവും ഒക്കെ എന്തായിരിക്കണം? എന്താണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കാരുണ്യത്തിന്റെ അലിവിന്റെ ആർദ്രതയുടെ അനുകമ്പത്തിന്റെ അനുതാപത്തിന്റെ ഉറവ പൊട്ടിയൊഴുകാൻ നിന്നെ പ്രേരിപ്പിക്കേണ്ടത് എന്താണ്? മൻ തഖറബ ഫീഹി ബിഹസ്രത്തിൻ മിനൽ ഖൈർ കാന കമൻ അദ്ദാ 70 ഫരീളത കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. മൻ തഖറബ ഫീഹി ബിഹസ്രത്തിൻ മിനൽ ഖൈർ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ വമൻ അദ്ദാ ഫരീളതൻ ഫീഹി കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. ആരെങ്കിലും ഒരു നന്മ കൊണ്ടെങ്ങാനും തന്റെ നാഥനിലേക്ക് അടുക്കാനുള്ള വഴി അന്വേഷിച്ചാൽ, അമലുകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തഖറുബ് നേടാൻ ശ്രമിച്ചാൽ, അവന് ഐച്ഛികമായ കർമ്മങ്ങൾക്ക് നിർബന്ധമുള്ള കർമ്മങ്ങളുടെ പ്രതിഫലം ഒരു ഫർദിന് കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ 70 അമലുകളുടെ 70 നിർബന്ധമായ കർമ്മങ്ങളുടെ പ്രതിഫലം. അഥവാ അതിന് സഹായകരമായ രീതിയിൽ പ്രിയമുള്ളവരെ നമ്മുടെ ദൈനംദിന ജീവിത അജണ്ടയെ പുനഃക്രമീകരിക്കാൻ നമുക്ക് പരിശുദ്ധ റമദാനിൽ കഴിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ അനുഗ്രഹീത റമദാനിന്റെ സൽഫലങ്ങൾ ഒട്ടും കൈവിട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാൻ സഹായകരമായി തീരണം നമ്മൾ ഉണ്ടാക്കുന്ന ക്രമീകരണങ്ങൾ, നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനകൾ അതൊക്കെ ഒരു അനുഭൂതിയാക്കി മാറ്റാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തണം. ആത്മാവ് നഷ്ടപ്പെട്ട ആരാധനകളും ഹൃദയ പങ്കാളിത്തമില്ലാത്ത പ്രാർത്ഥനകളുമാണോ നമ്മുടേത് എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. അനുഷ്ഠാനങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ള ഇസ്ലാമിന്റെ സുപ്രധാന സ്തംഭമായി നമ്മൾ മനസ്സിലാക്കുന്ന പരിശുദ്ധമായ നമസ്കാരം പോലും മനസ്സാന്നിധ്യത്തോടു കൂടി തന്നെയാണോ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. പടച്ചവനെ ഓർക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട അല്ലെ ആ നമസ്കാരത്തിൽ പോലും നമുക്ക് അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സ് മറ്റു പലയിടത്തും അലഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കണം, നമ്മുടെ മുൻഗണനാക്രമങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. മനസ്സിൽ സ്ഥാനമുള്ളതേ മനസ്സിൽ ഉണ്ടാകൂ എന്ന് തിരിച്ചറിയണം. മനസ്സിൽ സ്ഥാനമുള്ളതേ മനസ്സിൽ നിൽക്കൂ എന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിന് ഹൃദയത്തിൽ ഇടം കൊടുക്കാൻ, പടച്ചവന് ഹൃദയത്തിൽ ഇടം കൊടുക്കാൻ വളരെ കുറച്ചു മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ, അല്ലേ? അതുകൊണ്ട് ശരീരം നമസ്കാരത്തിന്റെ അഫ്ആലുകളിലൂടെ കടന്നു പോകുമ്പോഴും, നമ്മുടെ നാവുകൾ നമസ്കാരത്തിന്റെ അഖ്വാലുകളിലൂടെ കടന്നു പോകുമ്പോഴും, അഥവാ ചൊല്ലുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഹൃദയം പലപ്പോഴും നിശ്ചലമാണ്. അതല്ലെങ്കിൽ മറ്റു മനസ്സ് പലതിലും അലയുകയാണ്. തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങി സലാം വീട്ടുന്നത് വരെ ഉള്ള നമസ്കാരത്തിൽ നമുക്ക് എത്ര സമയം മനസ്സിനെ പടച്ചവനുമായുള്ള മുനാജാത്തിന് വിട്ടുകൊടുക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ മറ്റ് ഇബാദത്തുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയല്ലേ? മൗലാന അബുൽ ഹസൻ അലി നദ്വി സൂചിപ്പിച്ചതുപോലെ പാടത്ത് കൃഷി ചെയ്യുന്ന കർഷകൻ
വയൽ വരമ്പിൽ കുത്തി നിർത്തിയ പേക്കോലങ്ങളെ പോലെയായില്ലേ പ്രിയമുള്ളവരെ നമ്മുടെ ആരാധനകളുടെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കണം. ഹഖീഖത്ത് നഷ്ടപ്പെട്ട് സൂറത്ത് മാത്രമായി തീർന്നിട്ടുണ്ടോ നമ്മുടെ ആരാധനകളെ നമ്മൾ പരിശോധിക്കണം. ആത്മാവ് നഷ്ടമായി രൂപങ്ങളും ചിത്രങ്ങളും മാത്രമായി മാറിയ അവസ്ഥ കൃഷിക്കാരായ ആളുകൾക്കറിയാം. കൃഷിക്കാരായ ആളുകൾ തങ്ങളുടെ വയലിലേക്ക് പലപ്പോഴും മൃഗങ്ങളും പക്ഷികളും ഒക്കെ വരാതിരിക്കാൻ ഒരു മനുഷ്യന്റെ കോലമുണ്ടാക്കി അതിന് പഴയ ഒരു കുപ്പായമിട്ട് കൊടുത്ത് വയലിന്റെ വരമ്പിൽ സ്ഥാപിക്കുന്ന അഥവാ കുത്തി നിർത്തപ്പെട്ട പേക്കോലങ്ങൾ പോലെ ആയിരിക്കുകയാണല്ലോ പ്രിയമുള്ളവരെ ഈ ഉമ്മത്തിന്റെ ആരാധനകളുടെ അവസ്ഥ എന്ന് അലീമിയാൻ മുമ്പ് ചോദിക്കുകയുണ്ടായി. യാന്ത്രികമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ആരാധനകൾ. പണ്ടൊരാൾ വാച്ച് കളവ് പോയി എന്ന് പള്ളിയിലെ ഇമാമിനോട് വന്ന് പറഞ്ഞ ഒരവസ്ഥ ഉണ്ട്. വാച്ച് എവിടെയോ വെച്ച് അയച്ചു വെച്ചിട്ട് ഓർമ്മയില്ലാതെ അത് കളവ് പോയെന്ന് പരാതിപ്പെട്ട് അതിന് പരിഹാരം അന്വേഷിച്ചുകൊണ്ട് ഇമാമിന്റെ അടുത്ത് വന്ന മനുഷ്യനോട് അത് അല്പം ബുദ്ധിമാനായ ഇമാമ് പറഞ്ഞത്രേ, താങ്കൾ പേടിക്കണ്ട, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം, താങ്കൾ താങ്കളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക, എന്നിട്ട് താങ്കൾ 2 റക്അത്ത് ഒതുവെടുത്ത് 2 റക്അത്ത് നമസ്കരിക്കുക, താങ്കളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന്. അദ്ദേഹം ഈ വാക്കുകൾ കേട്ട് വീട്ടിലേക്ക് പോയി ഒതുവെടുത്ത് നമസ്കരിക്കാൻ നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടി. പിന്നെ അധികം വൈകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വാച്ച് എവിടെയാണ് അയച്ചു വെച്ചത് എന്ന് ഓർമ്മ വരികയാണ്. അങ്ങനെ ഒരുവിധം അദ്ദേഹം 2 റക്അത്ത് നമസ്കാരം പൂർത്തിയാക്കി വാച്ചും എടുത്ത് വളരെ സന്തോഷത്തോടു കൂടി വളരെ ആദരവോടുകൂടി ഇമാമിന്റെ അടുത്തെത്തിക്കൊണ്ട് പറഞ്ഞു, എന്റെ വാച്ച് തിരിച്ചു കിട്ടിയിരിക്കുന്നു, അത് അങ്ങയുടെ സഹായം കൊണ്ടാണ്, അങ്ങ് വലിയ മഹാനാണ്, അങ്ങ് വളരെ വലിയ മഹാനാണ്. ഇമാം അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞത്രേ, എനിക്ക് താങ്കൾ ഇവിടെ വന്ന പരിഭ്രമവും ബേജാറും ഒക്കെ കണ്ടപ്പോ, വാച്ച് വെട്ടതിലുള്ള താങ്കളുടെ വെപ്രാളം കണ്ടപ്പോ എനിക്ക് തോന്നി നിങ്ങൾ നമസ്കരിക്കാൻ നിന്നാൽ ഉടനെ തന്നെ ഇബ്ലീസ് നിങ്ങളെ പിടികൂടുമെന്ന്. അപ്പോൾ താങ്കൾക്ക് നമസ്കാരത്തിൽ ഒട്ടും ശ്രദ്ധ കിട്ടുകയില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്ന് ഇമാം അദ്ദേഹത്തോട് പറയുകയുണ്ടായി എന്നാണ്. നമ്മുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണോ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. താക്കോല് വെച്ച് എവിടെയാണ് മറന്നതെന്ന്, ഫോൺ ചെയ്യാൻ ബാക്കിയുള്ളത് ആർക്കൊക്കെയാണെന്ന്, ഇനി ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, ഇതൊക്കെയും ഓർമ്മ വരാനുള്ള മാർഗം മാത്രമായി നമ്മുടെയൊക്കെ നമസ്കാരം മാറുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കണം. അങ്ങനെ പടച്ചവനെ കുറിച്ചതല്ലാത്തതെല്ലാം മനസ്സിൽ സജീവമാകുന്ന നമസ്കാരം, പടച്ചവനെ കുറിച്ചല്ലാത്തതൊക്കെയും മനസ്സിലേക്ക് കടന്നു വരുന്ന നമസ്കാരം, റബ്ബുമായുള്ള മുനാജാത്തിൽ റബ്ബിനെ ഓർക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ മുൻഗണനാക്രമങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന് നമ്മൾ അറിയണം. എന്താണ് അള്ളാഹുവിനെയും ആഖിറത്തിനെയും കുറിച്ച് ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ മനസ്സിനെ പിറകോട്ട് വലിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ചിന്തയെ അതിന്റെ ശരിയായ ക്രമത്തിൽ നിലനിർത്തുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്താണെന്ന് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ നിലപാടുകളെ പറ്റി നിരൂപണം ചെയ്തുകൊണ്ട് പറഞ്ഞതല്ലേ ശരി എന്ന് നമ്മൾ ആലോചിക്കണം. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിരൂപണം ചെയ്തുകൊണ്ട് നടത്തിയല്ലോ ഒരു വർത്തമാനം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. അല്ലാഹ് നടത്തുന്ന ഒരു നിരൂപണമാണ് മനുഷ്യന്റെ ആ ദൗർബല്യങ്ങളെ, മനുഷ്യന്റെ ചിന്തയുടെ, മനുഷ്യന്റെ പരിശ്രമത്തിന്റെ, മനുഷ്യന്റെ ഭൗതിക പ്രമത്തതയുടെ, ആർത്തി പിടിച്ച മനുഷ്യന്റെ നെട്ടോട്ടത്തെ വിലയിരുത്തിക്കൊണ്ടല്ല പറയാണ് ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ. ദുനിയാവിനും അതിന്റെ സുഖാഡംബരങ്ങൾക്കും അതിന്റെ ആസ്വാദനങ്ങൾക്കും നിങ്ങൾക്ക് മുൻഗണന നൽകിയിരിക്കുന്നു നിങ്ങൾ എന്ന് അല്ലാഹ് നമ്മളത് വിലയിരുത്തിക്കൊണ്ട് പറയാണ്. ഈ മുൻഗണനാക്രമങ്ങളല്ലേ, ഈ മുൻഗണനാക്രമങ്ങളുമായിട്ടല്ലേ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പടച്ചവനും പരലോകവും ഒക്കെ പുറകിലേക്ക് മാറ്റപ്പെട്ടതിന്റെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈസാർ, നിങ്ങളുടെ മുഖ്യ പരിഗണന, നിങ്ങളുടെ അധ്വാനത്തിന്റെയും ചിന്തയുടെയും പരിശ്രമത്തിന്റെയും ഒക്കെ മുഖ്യ ഊന്നൽ നിങ്ങൾക്ക് ദുനിയാവായി മാറിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിരൂപണം ചെയ്തുകൊണ്ട് പറയുകയാണ്. അഥവാ പടച്ചവനെയും പരലോകത്തെയും പ്രഥമമായി പരിഗണിക്കുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്ന സകലതിനെയും തിരിച്ചറിയാനും തിരുത്തേണ്ടതിനെ തിരുത്താനും തുരത്തേണ്ടതിനെ തുരത്താനുമുള്ള തട്ടിമാറ്റേണ്ടതിനെ തട്ടിമാറ്റാനുമുള്ള ഈമാനും ഇഖ്ലാസും തഖ്വയും ഒക്കെ പ്രിയമുള്ളവരെ ഈ നേടാനുള്ള ഒരു മാസമാണ് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ആ തുരത്തേണ്ടത്, ആ തിരുത്തേണ്ടത്, അതല്ലെങ്കിൽ നമ്മൾ ക്രമീകരണങ്ങൾ വരുത്തേണ്ടത് ചിലപ്പോൾ നമ്മുടെ സാമ്പത്തികമായ മോഹങ്ങളിലാകാം, അതല്ലെങ്കിൽ സ്ഥാനമാനങ്ങളാകാം, അതല്ലെങ്കിൽ പലരോടുമുള്ള അതിരറ്റ അമിതമായ സ്നേഹങ്ങളാകാം. എന്ന് പറഞ്ഞാൽ പടച്ചവനും അവന്റെ ദീനിനും കീഴ്പ്പെടുന്നതിൽ നിന്ന് അതൊന്നും നമ്മെ തടയാൻ അനുവദിക്കുക ഇല്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. എല്ലാറ്റിനേക്കാളും അപ്പുറം അള്ളാഹുവിന്റെ ദീനുമായി തീരുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറാൻ
പ്രിയമുള്ളവരെ, വരുന്ന ഈ മാസത്തിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. മഹാനായ സുഹൈബ് റൂമിയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഹിജറ ചെയ്യാൻ ഒരുങ്ങിയ സുഹൈബിനെ മുശ്രിക്കുകൾ തടഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ, ലഖദ് ആതൈത മക്ക സുഗലൂകൻ ഫഖീറ. സുഹൈബേ, നീ മക്കയിൽ വന്നത് ദുർബലനും അബലനും ദരിദ്രനുമായിട്ടായിരുന്നു. ഇപ്പൊ നീ വലിയ സമ്പന്നനായിട്ടുണ്ട്, ഇപ്പൊ നീ വലിയ കോടീശ്വരനായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നീ ഞങ്ങളുടെ നാട്ടിൽ കച്ചവടം ചെയ്ത് ഉണ്ടാക്കിയതാണല്ലോ, അതുകൊണ്ട് മക്കയിൽ നിന്നുണ്ടാക്കിയ സമ്പത്തും കൊണ്ട് പോകാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഹിജറയാകുന്ന മഹാത്യാഗത്തിൽ നിന്നും സാമ്പത്തിക നഷ്ടമാകുന്ന ഓലപ്പാമ്പ് കാട്ടി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മക്കയിലെ മുശ്രിക്കുകൾ. സ്വർഗത്തിന് പകരമായി സമ്പത്തും ശരീരവും സൃഷ്ടാവിന് സമർപ്പിച്ച സഹാബി സമൂഹത്തിന്റെ പ്രതിനിധിയായ സുഹൈബ് റൂമി ചോദിക്കുകയാണ്, എന്റെ സമ്പത്തും എന്റെ വിഭവങ്ങളും ഒക്കെ ഞാനിവിടെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കുമോ? നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുമോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴിമാറി തരുമോ? നഅമെന്ന മുശ്രിക്കുകളുടെ മറുപടി, ഒന്നും ബാക്കി വെക്കാതെ എല്ലാം വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഉടുത്ത വസ്ത്രമല്ലാതെ ഒന്നും കയ്യിലില്ലാതെ സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോവുകയാണ്. ഖുബായിലെത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ദൂരെ വെച്ചുകൊണ്ട് സുഹൈബിനെ കാണുകയാണ്. സുഹൈബേ, നീ നടത്തിയ കച്ചവടമുണ്ടല്ലോ, അത് വമ്പിച്ച ലാഭമാണ് കേട്ടോ. സുഹൈബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്. താൻ ആരോടും ഈ വിവരം പറഞ്ഞിട്ടില്ല, ഒരാളും ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. അദ്ദേഹം പ്രവാചകനോട് പറയുന്നത്, വല്ലാഹി മാ സദഖനി ഇലൈക അഹദൻ യാ റസൂലുള്ളാഹ് വമാ അഖ്ബറക ബിഹി ഇല്ലാ ജിബ്രീൽ. ഈ വിവരം പറയാൻ പ്രവാചകരെ ഒരാളെയും ഞാൻ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, ഒരാളും എന്നിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ലല്ലോ റസൂലെ. ജിബ്രീൽ അല്ലാതെ ആരും താങ്കളെ ഇത് അറിയിക്കുകയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കുമ്പോൾ ചരിത്രം പറയുകയാണ്, ഷഹീദ അലൈഹി ജിബ്രീൽ. ആ സന്ദർഭത്തിൽ ആകാശലോകത്തു നിന്നും അല്ലാഹുവിന്റെ വഹീന്റെ വെളിച്ചവുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനായി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ആകാശ ലോകത്തുള്ള ഒരു ആയത്തുമായി ജിബ്രീൽ വരികയാണ്. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാ അമർലാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. പടച്ചവന്റെ പൊരുത്തത്തിനു വേണ്ടി, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തത്തെ സമർപ്പിച്ച ആളുകൾ വിശ്വാസികളിലുണ്ട്, ജനങ്ങളിലുണ്ട്. അല്ലാഹു അവരോട് അങ്ങേയറ്റം ദയാലുവാണ്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ അഭിനന്ദിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ആ ത്യാഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലൻ തനാലൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പടച്ചവന്റെ വഴിയിൽ സമർപ്പിക്കാനുള്ള കറതീർന്ന ഒരു മനസ്സുണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഇസ്ലാമിന്റെ നന്മകൾ നിങ്ങൾക്ക് നേടാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ത്യജിക്കാനുള്ള, പടച്ചവന് വേണ്ടി വിട്ടുകൊടുക്കാനുള്ള ആ ഒരു മനസ്സ് വളർത്തിയെടുക്കാൻ വരുന്ന ആ റമദാനിലെ നോമ്പും, ആ നോമ്പിന്റെ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും, ആ നോമ്പിലെ നമ്മുടെ പകലിരവുകളും, ആ നോമ്പിന്റെ പകലിലും രാത്രിയിലുമൊക്കെ നമ്മൾ നിർവഹിക്കുന്ന ആരാധനകളൊക്കെ നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്, നമ്മെ സഹായിക്കേണ്ടതുണ്ട്. പടച്ചവന് വിട്ടുകൊടുക്കാൻ ബാക്കി വെച്ച ഒന്നുമില്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് വളരാൻ, റബ്ബിന്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തെ മാറ്റിപ്പണിയാൻ സഹായകമാകണം വരുന്ന റമദാൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം റമദാൻ അങ്ങനെയുള്ള പരിശീലന കളരിയാണ്. ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണം അല്ലാഹു ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത്, അല്ലെ? മനുഷ്യന്റെ ജീവന്റെ പ്രകൃതിപരമായ ആവശ്യങ്ങളാണ്, ശാരീരികമായ ആവശ്യങ്ങൾ മാത്രമല്ല. മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ, അത് മാത്രവുമല്ലല്ലോ, നമ്മുടെ വർഗത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഭാര്യാഭർത്തൃ ബന്ധങ്ങളും, അത് രണ്ടും വേണ്ടെന്ന് വെക്കാൻ, റബ്ബ് ആവശ്യപ്പെട്ട സമയങ്ങളിൽ വേണ്ടെന്ന് വെക്കാൻ നോമ്പിലൂടെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അതിലൂടെ എന്നിലും നിങ്ങളിലുമൊക്കെ വളർന്നു വരേണ്ട മാനസികാവസ്ഥ പടച്ചവന്റെ തൃപ്തിക്ക് മുമ്പിൽ നമുക്കൊന്നും തടസ്സമല്ല എന്ന നിശബ്ദമായ പ്രഖ്യാപനമായിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ റമദാനിന്റെ രാപ്പകലുകളിൽ ആവർത്തിച്ച് നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഇതുവഴി നമ്മളിൽ വളർന്നു വരേണ്ടത് അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ഒരു ജീവിതത്തിന്റെ ഉടമയായി ഞാൻ മാറും എന്ന തീരുമാനമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് വളരാനും ഉയരാനും വികസിക്കാനും നമ്മുടെ നോമ്പും ഈ വരുന്ന റമദാനും നമുക്ക് സഹായകമാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ തണലായി, കുളിരായി, അനുഗ്രഹത്തിന്റെ അതിവർഷമായി, പടച്ചവനിൽ നിന്നുള്ള പ്രതിഫലത്തിന്റെ പെരുമഴക്കാലമായി വരുന്ന റമദാനെ സ്വീകരിക്കാനും പ്രയോജനപ്പെടുത്താനും അതിന്റെ പകലിരവുകളെ മുഴുവനും വളരെ മനോഹരമായി, ഏറ്റവും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയ നിർവൃതിയോടുകൂടി അതിനെ യാത്രയാക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.